പ്രിയമുള്ളവരെ, റിയൽ ഫുഡും ഫേക്ക് ഫുഡും തമ്മിൽ തിരിച്ചറിയാനുള്ള 3 ഗോൾഡൻ റൂൾസ് ഞാൻ പറയട്ടെ. അതല്ലെങ്കിൽ ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും, ആരോഗ്യകരമായ ഭക്ഷണവും അനാരോഗ്യകരമായ ഭക്ഷണവും തമ്മിൽ തിരിച്ചറിയാനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ വിവരം പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. 1. ഏതൊരു ഭക്ഷ്യവസ്തുവാണോ വളരെ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ളത്, അതല്ലെങ്കിൽ ഏതൊരു ഭക്ഷ്യവസ്തുവാണോ വളരെ പെട്ടെന്ന് മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്ത് വളരെ വേഗത്തിൽ കേടാവുന്നത്, അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പൊതുവെ ഹെൽത്തി ഫുഡുകളായിരിക്കും. എന്നാൽ ഏതൊരു ഭക്ഷ്യവസ്തുവാണോ ഒട്ടും കേടാവാതെ ഒരുപാട് നാൾ നിലനിൽക്കുന്നത്, അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പൊതുവെ അൺഹെൽത്തി ആയിരിക്കും. ഉദാഹരണത്തിന് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണഗതിയിൽ ഒട്ടും കീടനാശിനിയോ മറ്റോ അടിക്കാത്ത ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് അത് കേടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ധാരാളം കീടനാശിനികൾ അടിച്ചതോ അതല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് അഡിക്റ്റീവ്സ് ചേർത്ത്, ഫുഡ് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത് വരുന്ന ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അവ ഒരുപാട് നാൾ നിലനിൽക്കും. അത്തരത്തിലുള്ള ഫുഡ് അഡിക്റ്റീവ്സ് ചേർത്ത അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ചേർത്ത അല്ലെങ്കിൽ കീടനാശിനികൾ അടിച്ചു വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഹെൽത്തിയല്ല. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊന്നും അടിക്കാതെ വളരെ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ടാവും. അവ ഫ്രഷ് ആയിരിക്കുമ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, കൃഷിസ്ഥലത്തിൽ നിന്നും നേരിട്ട് നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ, അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പൊതുവേ ഹെൽത്തി ആയിരിക്കും, സേഫ് ആയിരിക്കും. എന്നാൽ കൃഷിസ്ഥലത്ത് നിന്നും ഒരു മാനുഫാക്ചറിങ് ഫേമിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സിങ്ങിന് വിധേയമായി തിരിച്ചെത്തുന്ന നിങ്ങളുടെ അടുക്കളയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ടാകും. പ്രോസസ്ഡ് ഫുഡ്സ്, അത്തരത്തിലുള്ള ഫുഡ്സുകൾ പൊതുവേ ഹെൽത്തി അല്ല. ഫോർ എക്സാമ്പിൾ, ബനാന, പഴം ഹെൽത്തിയാണ്. എന്നാൽ ബനാന വിവിധ തരത്തിലുള്ള പ്രോസസ്സിങ്ങിന് വിധേയമായി വരുന്ന ബനാന ചിപ്സ് ഹെൽത്തി ആയിക്കൊള്ളണമെന്നില്ല. പൊട്ടറ്റോ ഹെൽത്തി ആയിരിക്കും. എന്നാൽ പൊട്ടറ്റോ വിവിധ തരത്തിലുള്ള പ്രോസസ്സിങ്ങിന് വിധേയമായി വരുന്ന പൊട്ടറ്റോ ചിപ്സ് ഹെൽത്തി ആയിക്കൊള്ളണമെന്നില്ല. ഗോതമ്പ് ഹെൽത്തി ആയിരിക്കാം. എന്നാൽ ഗോതമ്പിലെ ഫൈബർ അടക്കം നീക്കം ചെയ്ത് വ്യത്യസ്ത തരത്തിലുള്ള പ്രോസസ്സിങ്ങിന് വിധേയമായി വരുന്ന മൈദ ഹെൽത്തി ആയിക്കൊള്ളണമെന്നില്ല. മൂന്നാമത്തെ ഗോൾഡൻ റൂള്, ഏതൊരു ഭക്ഷ്യവസ്തുവാണോ ടെലിവിഷനിലെയോ സോഷ്യൽ മീഡിയ വഴിയോ യാതൊരു പരസ്യവും ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തുന്നത്, അത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പൊതുവേ ഹെൽത്തി ആയിരിക്കും. എന്നാൽ വിവിധ തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ വഴി അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ വഴി സ്പോർട്സ് സ്റ്റാറുകളുടെയും ഫിലിം സ്റ്റാറുകളുടെയും മറ്റു സെലിബ്രിറ്റികളുടെയും പരസ്യത്തിൻ്റെ അകമ്പടിയോടെ നിങ്ങളിലേക്ക് എത്തുന്ന ഭക്ഷ്യവസ്തുക്കളുണ്ടാവും. അവ എത്ര നല്ല പരസ്യങ്ങൾ നൽകിയിട്ട്, എത്ര നല്ല ന്യൂട്രീഷണൽ ഫുഡാണെന്ന് പറഞ്ഞെങ്കിലും, എത്ര നല്ല എനർജി ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും, എത്ര നല്ല ബേബി ഫുഡാണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും അത്തരത്തിലുള്ളവ പൊതുവേ ഹെൽത്തി ആയിരിക്കില്ല. അവ പലപ്പോഴും ഇത്തരത്തിലുള്ള മാനുഫാക്ചേഴ്സിൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കില്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ കഴിയും.